വയനാട് വാഗേരിയിൽ കടുവയ്ക്കായുള്ള തിരച്ചിൽ 6ാം ദിവസത്തിലേക്ക് ക്ഷീരകർഷകൻ പ്രതീഷിൻ്റെ ജീവനെടുത്ത കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. നമുക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്തെ വിശദാംശങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? വാഗേരിക്കാരുടെ ഭീതിക്ക് എന്തെങ്കിലും ശമനമുണ്ടോ, ആശ്വാസമുണ്ടോ? SKN ഒരു തരത്തിലുള്ള ആശ്വാസവും ഇല്ല, ആശ്വസിക്കാനുള്ള വകയുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കടുവയെ പിടികൂടുന്ന ദൗത്യം ഇന്ന് 6ാം നാളിലാണ് നടക്കുന്നത്. ദൗത്യം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് RRT സംഘം വനമേഖലയിലും തോട്ടമേഖലയിലും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തവണ ഒരു സൈറ്റിംഗ് ഉണ്ടായിട്ടുണ്ട് ഈ കടുവയുടെ. ഏതാണ്ട് അടുത്തു തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വെടിവെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. പ്രത്യേകിച്ച് ഈ കുറ്റിക്കാടുകളും അതോടൊപ്പം തന്നെ ഈ കാപ്പിത്തോട്ടങ്ങളുമുള്ള മേഖലയാണിത്. അതിനാൽ തന്നെയാണ് ഇത് വെടിവെക്കുന്നതിന് ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. എന്തായാലും പരിശോധന നടക്കുന്നുണ്ട്. 25ഓളം ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമറ ട്രാപ്പുകൾ പലയിടത്തായി കടുവയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം തന്നെ വനംവകുപ്പിന് ലഭിച്ചിട്ടുമുണ്ട്. 3 കൂടുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ 3 കൂടുകളിലും കടുവ കയറുന്നില്ല. ഒരു കൂട് സ്ഥാപിച്ചിട്ടുള്ള പ്രജീഷിൻ്റെ മരണം നടന്ന ആ മൃതദേഹം കിടന്നിരുന്ന ആ സ്ഥലത്തിനടുത്താണ്. മറ്റൊരു കൂട് ഈ നേരത്തെ ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച ആ കോഴി ഫാമിൻ്റെ തൊട്ടടുത്താണ്. മറ്റൊന്ന് കോളനിക്കവല എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇതെല്ലാം തന്നെ ഏതാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവ് വരുന്ന പ്രദേശത്താണ് ഈ ക്യാമറ ട്രാപ്പുകളെല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുള്ളത്. നിരീക്ഷണം തുടരുകയാണ് വനംവകുപ്പ്. വനംവകുപ്പിൻ്റെ വെച്ച ക്യാമറ ട്രാപ്പിൽ 25ഓളം ക്യാമറകളുണ്ട്. ആ ക്യാമറകളിൽ പലതും ലൈവ് സ്ട്രീമിംഗ് ഉൾപ്പെടെയുള്ള ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. 2 കുങ്കിയാനകൾ ഇന്നലെ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഈ കുങ്കിയാനകളുമായി മേഖലയിൽ തെരച്ചിൽ നടത്തുക എന്നുള്ള തരത്തിലുള്ള ഒരു ഉദ്ദേശം വനംവകുപ്പിനുണ്ട്. വെടിവെക്കാനുള്ള സംഘം, ഒപ്പം തന്നെ മയക്കുവെടി സംഘം ഉൾപ്പെടെയുള്ള പ്രത്യേക സ്ക്വാഡുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്കറിയ ഇന്നലെ തന്നെ ഈ സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇന്നും പരിശോധന തുടരാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത്. നോർത്തേൺ CCF ആയിട്ടുള്ള KS ദീപ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ DFO ഷജന കരീമും സ്ഥലത്തുണ്ട്. എന്തായാലും വൻ സന്നാഹങ്ങളോട് കൂടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. ഇവരെല്ലാം തന്നെ ഇപ്പം നേരത്തെ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഭീതിയും ആശങ്കയും എല്ലാം തന്നെ നിലനിന്നിരുന്നു. എന്തായാലും ആ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ, ആ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലം ഇപ്പോഴുമുണ്ട്. പക്ഷേ നേരത്തെ ആദ്യഘട്ടത്തിൽ വനംവകുപ്പിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം രൂപപ്പെട്ടിരുന്നെങ്കിലും നിലവിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ സാഹചര്യമില്ല. നാട്ടുകാർ പൂർണ്ണമായി വനംവകുപ്പിനോട് സഹകരിക്കുന്ന നിലപാടാണ് നിലവിൽ സ്വീകരിക്കുന്നത്. കടുവയെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവരും പങ്കുവയ്ക്കുന്നത്. എന്തായാലും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഏവരും. SKN. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പൻ വാഗേരിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഈ നരഭോജിയായ കടുവയെ പിടികൂടാൻ കഴിയും, അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.